അപ്പോഴേ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി മുള്ളനാണ്. അപ്പം നമുക്കിതൊന്നും വറുത്തെടുക്കാം. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മുള്ള അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് പറ്റൂല. അപ്പം നമ്മളിന്ന് ഒരു ചെറിയൊരു മീൻ വറക്കുന്നതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതുണ്ട്. ആവശ്യത്തിന് ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചേരുവകളെല്ലാം ഒന്ന് ഇളക്കാവേ. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മീനരെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് 10-15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം കുറച്ചും കൂടെ നേരം നമുക്ക് വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കുറച്ച് നേരം കൂടുതൽ വേണമെങ്കിൽ വെക്കാം. എന്തായാലും നമുക്കിപ്പോൾ ഒരു 15 മിനിറ്റോളം ഇതിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കാം. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് ആദ്യം അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങ് തേച്ചങ്ങ് പിടിപ്പിച്ചെടുക്കാം. അപ്പം ഞാനിത് തേച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളിതെല്ലാം അത്യാവശ്യം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്വല്പം എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിക്കാവേ. നമ്മുടെ കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാം. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് തേച്ചിട്ട് നമുക്കിവനെ ഒരു 10-15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാണല്ലോ നല്ല കിടുക്ക് മീൻ ഫ്രൈ നമ്മുടെ റെഡി ആയിക്കിട്ടും. അപ്പോൾ ഇവൻ അവിടെ ഇരുന്നൊന്ന് റെഡി ആവട്ടെ, സെറ്റ് ആവട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ മീനൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനാണ് വെച്ചിരിക്കുന്നത് നമുക്ക് മീൻ വറക്കാനായിട്ട്. അപ്പോൾ ആ പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ മീനുകൾ ഇട്ടിട്ട് അങ്ങ് വറുത്തങ്ങ് എടുക്കണം അല്ലേ. നല്ല മൊരിച്ച് അങ്ങ് വറക്കാം. നമ്മളിപ്പോൾ അധികം ചേരുവകളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ മീൻ ഫ്രൈ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് കിടന്നങ്ങ് മൊരിഞ്ഞ് റെഡി ചെയ്യട്ടെ. അപ്പം നമുക്ക് ഇനി മീൻ ഓരോന്നായിട്ട് തിരിച്ചിട്ട് നോക്കാം. സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓരോ സൈഡും ഒന്ന് തിരിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് മൊരിച്ചങ്ങോട്ട് എടുക്കാം. ഇത് ചോറും കൂടെ അങ്ങോട്ട് കഴിച്ച് കഴിയുമ്പോഴല്ലോ കിടുക്ക സാധനമായിരിക്കും. ഇതിൻ്റെ നേരം മുള്ളൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് കടിച്ചങ്ങ് തിന്നാൻ പറ്റും. കാരണം ഇത് നല്ലതായിട്ട് നമ്മൾ മൊരിച്ചല്ലേ എടുക്കുന്നേ. അപ്പോൾ അത് കാരണം നന്നായിട്ട് കടിച്ച് തിന്നാൻ പറ്റുന്ന രീതിയിലങ്ങ് മുള്ളൊക്കെ കടകടാന്നങ്ങാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മുള്ളുള്ള മീനാണേലും നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാവർക്കും മീൻ വറക്കുന്നതൊക്കെ അറിയാം, എന്നാലും ഇത്ര സിമ്പിളായിട്ടും നമ്മൾ മീൻ വറക്കാൻ പറ്റും എന്നുള്ളതൊന്ന് കാണിക്കാവുന്നതുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. ഇങ്ങനെ അല്ലാതെ വേറെ പല ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മൾ വലിയ പ്രമാദമായ മീൻ വറക്കലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ട് മീൻ വറുത്ത് കിട്ടുകയും ചെയ്യും. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ മീൻ വറക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലല്ല, നിങ്ങൾ വേറെ പ്രത്യേക രീതിയിലൊക്കെയാണ് മീൻ വറക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ആ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റായിട്ട് അത് ഇട്ട് കഴിഞ്ഞാലേ നമുക്കും അറിയാൻ പറ്റുമല്ലോ എങ്ങനെയൊക്കെയാണ് ഓരോ ആൾക്കാരും ഓരോ നാട്ടുകാരും ഒക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പം ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടില്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലേക്ക് എല്ലാവരും വരിക. സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നമ്മളെല്ലാം ഒരേ ഫാമിലിയിലാവും. പിന്നെ മാത്രമല്ല ആ ബെല്ലില്ലേ അപ്പുറത്ത് കാണുന്ന ആ ബെല്ലും കൂടെ ഞെക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോകൾ ഓരോ നമ്മുടെ മൊബൈലുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനും സാധിക്കുന്നതായിരിക്കും. പിന്നെന്താ വേറെ
വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതുപോലെ മീനൊക്കെ കിട്ടുമ്പോൾ മുള്ളുള്ള മീനാണെങ്കിൽ പോലും നല്ല കറമുറയായിട്ട് വറുത്തെടുക്കുക, കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു റെസിപ്പിയായിട്ട് നാളെ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.